ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആഗ്രഹത്തോടു കൂടിയാണ് എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹം എല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു നോസ്. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ്. നിങ്ങളോട് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിംഗ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് കറണ്ട് എനർജിയിൽ കൂടി, എന്ത് കറണ്ട് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? എൻ്റെ വ്യൂസിനെ പ്രതി, എൻ്റെ വ്യൂസിൻ്റെ റിലേഷൻഷിപ്പിനെ പ്രതി എന്ത് ഫീലിങ്സിൽ കൂടിയാണ് കടന്നു പോകുന്നത്? ഫീലിങ്സിൽ വന്നിരിക്കുന്ന നമ്പർ 2937 11 2 12 3 17 8. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് ഇതാണ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി സൈലൻറ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, സൈലൻറ്റ് സിറ്റുവേഷൻ. ചില കാര്യങ്ങൾ നിഗൂഢമാക്കി വെച്ചിരിക്കുന്നു. അവരിപ്പോൾ കൂടുതൽ സ്പിരിച്വൽ വഴിയിൽ കൂടിയാണ് നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. ഇപ്പം നിങ്ങൾ അന്വേഷിക്കുന്നത് പോലെ തന്നെയാണ് അവരും അന്വേഷിക്കുന്നത്. കാരണം സെർച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്നുകിൽ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ ആയിരിക്കാം നിങ്ങളെ സെർച്ച് ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിൽ ഫേക്ക് ID വഴിയായിരിക്കാം. അതിന് സാധ്യതയില്ലാത്ത വ്യക്തികൾ ഇതുപോലെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള വ്യക്തികളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻ ടാരോ റീഡ് ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ ടാരോട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതൊരു അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റിൽ നിങ്ങളെക്കുറിച്ചുള്ള മെസ്സേജുകൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇതേ റീഡിങ് കാണാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നും സ്പിരിച്വൽ വേയിൽ കൂടിയും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങളോട് ഇപ്പോൾ അവർ ചില കാര്യങ്ങളെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നന്മ തിന്മകളെല്ലാം അവരിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ വേ ഇപ്പം യൂണിവേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുള്ള വഴി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നതായിട്ടുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ഹൃദയത്തെ തൊട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള ഒരു ശക്തി അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഹൈ പ്രീസ്റ്റസ് വന്നിരിക്കുന്നത്? 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങളുമായിട്ട് ഉണ്ടായ കോൺഫ്ലിക്റ്റ് അവർ നിശബ്ദമായി ആലോചിക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാകും കോൺഫ്ലിക്റ്റ് ആണ്. ഈ വ്യക്തി വളരെ ശാന്തമായിട്ട് സ്പിരിച്വൽ വേയിൽ കൂടി കിടക്കുന്ന വ്യക്തിയാണ്. അവർ ഇന്നർ വോയിസിൽ കൂടി എന്താണ് റിലേഷൻഷിപ്പിൽ ഉണ്ടായ തകർച്ചയ്ക്ക് കാരണം, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്, ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, അപ്പോൾ തെറ്റും ശരിയും അവർ തിരിച്ചറിയുകയാണ്. നിങ്ങളോട് പ്രവർത്തിച്ച രീതി ശരിയായിരുന്നോ, നിങ്ങൾ അവരോട് പ്രവർത്തിച്ച രീതി ശരിയായിരുന്നോ, ഇവിടെ എന്താണ് തെറ്റ് ശരി എന്നുള്ള കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പ്രതി കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അവർക്ക് മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 9 ഓഫ് കപ്പിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് മിസ്സ് ചെയ്യുന്നു, നല്ല രീതിയിൽ അവർക്ക് മിസ്സ് ചെയ്യുന്നു. എപ്പോഴും അവർക്ക് നിങ്ങളുടെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുകയായിരിക്കും ഇപ്പം, അവരില്ലാണ്ട് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? നിങ്ങൾ കരയുകയായിരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റേതെങ്കിലും വ്യക്തികൾ വന്നിട്ടുണ്ടോ, ഇനി നിങ്ങൾ സ്വീകരിക്കുമോ എന്നുള്ള രീതിയിൽ അവർക്ക് മിസ്സ് ചെയ്യുന്നു. ഓക്കെ, ഇനി തിരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങളും അവരുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ പല ചിന്തകളിൽ കൂടി കടന്നു പോകുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും അവർക്ക് തോന്നുന്നു. ഓക്കെ, റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാകും ഓവർഫ്ലോ ആണ്. ഓക്കെ, മിസ്സ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ അവർക്ക് ഓവർഫ്ലോ ആകുന്നു, പുറത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്രത്തോളം ഓവർഫ്ലോ ആയിട്ട് ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവർ കരയുന്ന അവസ്ഥയിൽ കൂടി ആയിരിക്കാം കടന്നു പോകുന്നത്. അവർക്ക് ശക്തിയില്ലാണ്ടിരിക്കുന്ന അവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു. ഇത്രയും നാൾ നിങ്ങളുടെ മുന്നിൽ അവർ ഒരു സിംഹത്തെ പോലെ ഇരുന്ന് ഗർജിച്ചിരുന്നെങ്കിൽ അവർക്കിപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക്
കരച്ചിൽ വരുന്ന അവസ്ഥ വരുന്നുണ്ട്. കാരണം അവരുടെ കൈയും കണ്ണും ഒക്കെ ഇപ്പോൾ അവരുടെ കുറ്റബോധങ്ങൾ കാരണം അവർ ചെയ്തു കൂട്ടിയിട്ടുള്ള ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാരണം അവരെ ഒന്നും ചെയ്യുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആഞ്ഞു വീശുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്യുവാനോ ഒന്നും വയ്യാത്ത വണ്ണം തകർന്നിരിക്കുന്നു. അവരുടെ ഒരുപാട് നെഗറ്റീവ് തോട്ട് അവരെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള ചില എനർജി ഇവിടെ കാണുന്നു. ഇതെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കാരണമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അഫർമേഷൻ്റെ ഫലം കാരണമാണ് അവരെ ഡിസ്റ്റർബ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് എംപ്രസിൻ്റെ എനർജിയാണ്. നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് മാത്രമാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇത്രയും നാളും ചിന്തിച്ചിരുന്നത് വളരെ നെഗറ്റീവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ മോശമായി നിങ്ങളുടെ മുന്നിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പോലും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമാണ് അവരുടെ ഉള്ളിൽ വരുന്നത്. കാരണം നിങ്ങൾ നല്ലത് ചിന്തിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവ് അവരെന്നെ ഇങ്ങനെ ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയുന്നത് സ്റ്റോപ്പ് ആക്കിയാൽ തുടങ്ങി. ആ സ്റ്റോപ്പ് ആക്കിയത് മുതൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും നിങ്ങളെക്കുറിച്ചുള്ള നല്ല ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ അവരെ വിട്ടുമാറാതെ അവരെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ഡിസ്റ്റർബ് ആകുന്നുണ്ട്. നിങ്ങളുടെ ചിന്തകൾ ഫോളോ ചെയ്യുന്നത് കാരണം അൺകണ്ടീഷണലായിട്ട് തന്നെ അവർക്ക് വിഷമങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പേജ് ഓഫ് സോഡ് അവർ സെർച്ച് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് അറിയുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷൻ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചഞ്ചലപ്പെടുന്നു. അവരുടെ മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ എന്തുകൊണ്ടാണ് സൈലൻറ്റ്? മറ്റാണെങ്കിൽ വഴക്കിനായാലും ശരി തന്നെ, മറ്റേതാണെങ്കിൽ വഴക്കിനാണെങ്കിലും അല്ലാതെയാണെങ്കിലും സ്നേഹത്തിനാണെങ്കിലും അവരുടെ പിറകെ നിങ്ങൾ ചെല്ലുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങളെ ഇപ്പോൾ കാണുന്നില്ല. അവർ ഈഗോ പിടിച്ച് മുന്നോട്ട് നിൽക്കുകയാണ്, പക്ഷെ നിങ്ങളെ കാണുന്നില്ല. നിങ്ങൾ എവിടെ പോയി? പക്ഷേ ഇപ്പോൾ മനസ്സ് ഒരു ചഞ്ചലപ്പെടുന്നു. കാരണം നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾക്ക് എവിടെയെങ്കിലും സമാധാനവും സന്തോഷവും കിട്ടിത്തുടങ്ങിയോ? ആരെങ്കിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യചിഹ്നം പോലെ അവർ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, ഇതൊരു പക്ഷേ നിങ്ങളുടെ ചിഹ്നവും ആകാം. ഓക്കെ, ചോദ്യചിഹ്നം അത് ചിലപ്പോൾ നിങ്ങൾക്കുള്ളതും ആകാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? നിങ്ങളിലേക്കൊരു മെസ്സേജ് അയച്ചാലോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ടൈപ്പ് ചെയ്യുന്നുണ്ട്, അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഓക്കെ, ഈഗോ അനുവദിക്കാത്തത് കൊണ്ട് അവർ ടൈപ്പ് ചെയ്തിട്ട് അത് എറേസ് ചെയ്ത് വേണ്ട ഇനിയിപ്പോൾ അയക്കുന്നില്ല എന്ന് പറഞ്ഞ് എറേസ് ചെയ്യുന്ന ഒരു ഫീലിങ്സ് പോലും ഇവിടെ വരുന്നുണ്ട്. കാരണം ഓർമ്മകളെല്ലാം അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാണിച്ചിരുന്നതായിട്ടുള്ള സ്നേഹവും കെയറും കാര്യങ്ങളെല്ലാം അവരെ ഡിസ്റ്റർബ് ചെയ്ത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള കണ്ണുനീരാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരു കുറ്റബോധമാണ് യൂണിവേഴ്സ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നില്ലേ എന്ന് യൂണിവേഴ്സ് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളോട് വളരെ സ്നേഹം അല്ലെങ്കിൽ കുറ്റബോധം തോന്നുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പഴയ കാര്യങ്ങൾ നിങ്ങൾ ആദ്യം കണ്ടുമുട്ടിയ സമയത്തുള്ള പഴയ കാര്യങ്ങളെല്ലാം അവരിൽ വരുന്നുണ്ട്. വിവാഹം കഴിച്ച വ്യക്തികളാണെങ്കിൽ വളരെ സ്ലോ ആക്ഷനാണ്. അവർക്ക് വിജയിക്കുകയും വേണം, നിങ്ങളുടെ പേഴ്സണ് വിജയിക്കുകയും വേണം, എന്നാൽ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയും വേണം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നു. നിങ്ങളെക്കുറിച്ചുള്ള പഴയകാല ഓർമ്മകളെല്ലാം അവരെ നിങ്ങളുടെ ആൽബങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇത് സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ വളരെ സ്റ്റാറായി മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രെങ്ത് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ കോൺഫിഡൻസ് ആയി മാറിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ അവരുടെ കാല് പിടിച്ച് ചെല്ലുന്ന ഒരു ജീവിയല്ല. ഓക്കെ, നിങ്ങൾ അവരെത്ര കല്ലെറിഞ്ഞ് ഓട്ടിച്ചാലും നിങ്ങൾ അവരെ പിറക്കെ വാലാട്ടി ചെല്ലുന്ന ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലായി. എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളിൽ വന്നിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങളുടെ ബുദ്ധി തെളിഞ്ഞിരിക്കുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ കോൺഫിഡൻസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ധൈര്യപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ സാഹചര്യം അനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ള
ഒരു എനർജി കൂടി ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നവർ മനസ്സിലാക്കും. നിങ്ങളിൽ ഒരു ശക്തി ഉണ്ടെന്നും നിങ്ങളുടെ പിറകിൽ ഒരു ശക്തി ഉണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളോടൊപ്പമാണെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് നിങ്ങളൊരു പക്ഷേ ബ്ലോക്ക് സിറ്റുവേഷനിലായിരിക്കാം, ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അതിനൊരു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനൊരു ടവർ വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ മുകളിലാണ് ടവർ വരുന്നത്. ഇപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എങ്കിൽ ആ ബ്ലോക്ക് എന്നേക്കുമായിട്ട് തകർന്ന് വീഴാൻ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ ജഡ്ജ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു റീബർത്താണ് വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം എന്തായാലും വരുന്നുണ്ട്. ഓക്കെ, ദൈവത്തിന് നന്ദി പറയുക. പല വ്യക്തികളും 2025 നിങ്ങളുടെ സമയങ്ങൾ തെളിയുന്നതായി കാണുന്നു. 2025 കടക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, ആഗ്രഹിക്കുന്നവർക്ക് മാത്രം, പല വ്യക്തികളും ആഗ്രഹിക്കാത്തതുമുണ്ട്. അപ്പോൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ പാർട്ട്ണർ കൂടെ ഉണ്ടാകട്ടെ. ആഗ്രഹിക്കാത്തവർക്ക് മറ്റൊരു പുതിയ ജീവിത പങ്കാളി നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് സിറ്റുവേഷൻ ഫീലിങ്സ് എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് ഈ ഒരു സമയം കടന്നു പോകുന്നത്? ഓവറോൾ എനർജി 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ നമ്പർ പറയാം. 2 4 1 9 9 ആവർത്തിച്ചു, 1 ആവർത്തിച്ചു, 8 7 14 5 4. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്ന കാർഡ്, 3 കാർഡ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ പോകുന്ന കറണ്ട് എനർജിയും സിറ്റുവേഷനുമാണ്. ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായിട്ടും സൈലൻ്റായിട്ട് പോകുകയാണ്. ഓക്കെ, ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം എങ്കിൽ മാത്രമേ സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ സാമ്പത്തികപരമായി ഡീപ്പ് ഡിപ്രഷനിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സഹായിക്കാൻ പോലും ആരുമില്ലാതെ നിങ്ങൾ താഴ്ന്ന സാമ്പത്തിക നിലയിൽ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിഷമിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ ഇപ്പോൾ ആശ്രയിക്കാൻ മറ്റൊന്നുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ. സ്പിരിച്വൽ വേയിലൂടെ എന്ത് ചെയ്യുവാനും തയ്യാറായിട്ട് നിങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് പോകുന്നത്. എൻ്റെ സാമ്പത്തികത്തിന് എന്ത് പറ്റി, എനിക്ക് ഒരു സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുമോ, ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട്, മറ്റുള്ളവർക്ക് കൊടുക്കൽ വാങ്ങലുകളുള്ള ബുദ്ധിമുട്ടെല്ലാം ഇങ്ങോട്ട് വരുന്ന സാമ്പത്തികത്തിന് അങ്ങോട്ട് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് കംപ്ലീറ്റ് ആകുമോ? ഇപ്പോൾ പ്രാർത്ഥനയിൽ നിൽക്കുകയാണ്. ദൈവം വിചാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു നിശബ്ദതയിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ശ്വാസം പോലും വിടാൻ വയ്യാത്ത രീതിയിൽ നിശബ്ദമായി സൈലൻ്റായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹിഡനാക്കി വെച്ചിരിക്കുകയാണ്, ആരോടും തുറന്ന് പറയാൻ പറ്റുന്നില്ല. അഭിമാന ഭയം കൊണ്ട് നിങ്ങൾ അതെല്ലാം പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു എന്നുള്ള ഒരു എനർജി കൂടി വന്നിരിക്കുന്നു. ഓക്കെ, എല്ലാം ദൈവത്താൽ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്നു, ഭക്തിയാൽ പൊതിഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത് വന്നിരിക്കുന്നത് നിങ്ങൾ മാനസികമായി തളർന്നിരിക്കുകയാണ്. പ്രാർത്ഥനയോട് പ്രാർത്ഥന. ചില ഹോസ്പിറ്റലുകളിലൊക്കെ ആയിരിക്കുന്നു, രോഗങ്ങൾക്ക് പോലും മെഡിസിൻ വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയിൽ കൂടി ചില വ്യക്തികൾ പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ചില വ്യക്തികൾക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾക്ക് പോലും പണം ചിലവാക്കാൻ ഇല്ലാണ്ട് വളരെ ദുഃഖത്തിൽ കൂടി കടന്നു പോകുന്നതായി കാണുന്നു. ഓക്കെ, ആരോട് ചോദിക്കാൻ, എന്ത് ചെയ്യാൻ, ഓരോ നിമിഷവും കടന്നു പോകുന്ന നിമിഷങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ ഓരോ നിമിഷവും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെ
ഇപ്പോൾ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിപ്പോൾ ആളാണ്, നിങ്ങളിപ്പോൾ പോകുന്നത് ഒരു നൂൽപാതയിൽ കൂടി എങ്ങനെ കടന്ന് അപ്പുറത്ത് ചെല്ലാം, അത്രയും കെയർഫുള്ളായിട്ട്, അത്രയും ഡേഞ്ചർ സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള മാനസിക അവസ്ഥ നിങ്ങൾക്കുണ്ട്. എല്ലാവർക്കും റെസിനേറ്റ് ആകത്തില്ല, റെസിനേറ്റ് ആകുന്നവർ മാത്രം എടുത്താൽ മതി. മാനസിക സപ്പോർട്ട് ചെയ്യുവാൻ പോലും ആളുകളില്ല. എന്നാൽ കൊടുക്കാനുള്ള ആൾക്കാരുകൾ ഇങ്ങനെ മുന്നിൽ വന്ന് ഭയപ്പെടുത്തുന്ന രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് അവർ വരുമോ ചോദിക്കാൻ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ വരുമോ, അല്ലെങ്കിൽ ജപ്തി നോട്ടീസ് വരുമോ എന്നുള്ള ഭയത്തിൽ നിങ്ങൾ മാനസികമായി തളർന്ന് കിടക്കുന്നതായിട്ടുള്ള ചില സാമ്പത്തിക സിറ്റുവേഷനിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ചില വ്യക്തികൾ രോഗത്തിലായിരിക്കുന്നു, ആ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിന് വേണ്ടി പോലും പൈസയില്ലാതെ സ്ട്രഗിൾ അനുഭവിച്ച് മുന്നോട്ട് പോകുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എത്രയൊക്കെ ശ്രമിച്ചിരുന്നാലും സന്തോഷിക്കുക എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മൂവ് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരില്ല എന്നുള്ളത് എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങളുടെ ആത്മാവ് സന്തോഷിക്കാതെ, നിങ്ങൾ സാഹചര്യം ഉണ്ട്, ഓക്കെ, കരഞ്ഞിരുന്നാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ പിന്നെ കരയുന്നതിന് പകരം അങ്ങ് ചിരിച്ചുകൂടെ? വരുന്നിടത്ത് വെച്ച് വരട്ടെ, എൻ്റെ ജീവൻ പോകുന്നതിനപ്പുറം വേറൊന്നും എനിക്കിനി വരാനില്ല എന്നുള്ള രീതിയിൽ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ഒന്ന് സന്തോഷിച്ച് നോക്കൂ. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, എന്ത് വന്നിരുന്നാലും ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. പറയുന്നവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവർ പ്രവർത്തിച്ചിട്ട് പൊക്കോട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ സന്തോഷിക്കുമെന്ന ഒരു തീരുമാനം നിങ്ങൾ എടുക്കുമെങ്കിൽ, ഈ സന്തോഷത്തെ ഒന്ന് നിങ്ങളുടെ ആത്മാവിലേക്ക് കടത്തി വിടുമെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതം കാണാം. ഓക്കെ, അത് ചെയ്യാൻ പാടാണ്, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നവർക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ, നിങ്ങൾ ജോലി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ശമ്പളം കിട്ടുകയുള്ളൂ. ദയ കാരണം കിട്ടുന്നത് ഭിക്ഷയാണ്. ഭിക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ തുച്ഛമായി അവർക്ക് തോന്നുന്ന എന്തെങ്കിലും ഇട്ട് തരികയാണ്. ശമ്പളമാകുമ്പോൾ നമ്മുടെ അവകാശമാണ്, അത് നമുക്ക് ചോദിച്ച് വാങ്ങാൻ പറ്റും. അത് ആത്മവിശ്വാസത്തോടു കൂടി, കോൺഫിഡൻസോടു കൂടി നമുക്ക് വാങ്ങാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ നിന്നും ഭിക്ഷ വാങ്ങണമോ അതോ സാലറി വാങ്ങണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഈ സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ വേരുകളെ സ്ട്രെങ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ ആഴങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. 2 ചെടികൾ നടുന്നു. അതിൽ ഒരു ചെടിക്ക് നിങ്ങൾ വെള്ളവും വളവും കൊടുത്തുകൊണ്ടിരിക്കുന്നു, എന്നാൽ ഒരു ചെടിക്ക് യാതൊന്നും കൊടുക്കുന്നില്ല. അതിൻ്റെ വെള്ളത്തിനും വളത്തിനും വേണ്ടിയിട്ട് അത് ആഴങ്ങളിലേക്ക്, ഭൂഗർഭങ്ങളിലേക്ക് അതിന് വളരെ ശക്തിയായ വേദനയോടുകൂടി ഇടിച്ച് തുരന്നു പോയിട്ട് അതിന് വെള്ളം കുടിച്ചേ മതിയാകൂ. കാരണം അതിൻ്റെ നിലനിൽപ്പ് അങ്ങനെയാണ്. അപ്പോൾ ആ പിടിച്ചു നിൽക്കാനുള്ള സാഹചര്യത്തെ അന്വേഷിച്ച് പോകണം. ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് എഴുന്നേൽക്കണം? സന്തോഷം വേണോ? ഞാൻ സന്തോഷിക്കാൻ തയ്യാറാണെന്ന് വിശ്വസിക്കുക. ഞാൻ ഉള്ളിലോട്ട് പോകണം. ഈ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എനിക്ക് ചെയ്തേ പറ്റൂ, എന്നെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാൻ പറ്റുമോ എന്ന് ആ ചെടി വിശ്വസിച്ചത് കൊണ്ട് അത് ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി. എന്നാൽ എപ്പോഴും വെള്ളവും വളവും കൊടുത്തുകൊണ്ടിരുന്ന ഒരു ചെടിക്ക് അതിൻ്റെ വേരുകൾക്ക് ആഴങ്ങളിൽ പോവേണ്ട ആവശ്യമില്ല. മുകളിൽ തന്നെ അതിന് എല്ലാ ആവശ്യങ്ങളും കിട്ടും. അത് മടിയനായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ നിന്നു. എന്നാൽ ഒരു കാറ്റും കോളും ഇടിമിന്നലും ഒക്കെ വന്ന സമയത്ത് ആദ്യം ഒരു ചെറിയ കാറ്റിൽ പോലും തളർന്ന് വീണത് ഈ വെള്ളവും വളവും ഒക്കെ കൊടുത്ത് പരിപാലിച്ച് കൊണ്ടുവന്നിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങളെ യൂണിവേഴ്സ് അത്രത്തോളം സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, മറ്റേ ചെടിക്കൊന്നും സംഭവിച്ചില്ല. കാരണം അതിൻ്റെ വേരുകൾ ഉള്ളിലോട്ട് കടന്നു പോകുന്നത് കൊണ്ട് അത് അത്രത്തോളം സ്ട്രോങ് ഉള്ളതായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പ്രതിസന്ധികളിലും നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾ തകർന്നു പോകരുത്. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഉപയോഗപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഇന്ന് കരയുന്നുണ്ടെങ്കിൽ ആ കരച്ചിലിന് നാളെ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഓക്കെ, വെറുതെ കരയുന്നതല്ല. ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടോ? അതിന് പ്രതിഫലം അപ്പുറത്തുണ്ട്. ഇപ്പോൾ വേദന എടുത്തൊരു ഇഞ്ചക്ഷൻ തന്നോ? ആ ഇഞ്ചക്ഷന് അപ്പുറത്ത് ഒന്നുകിൽ വേദന മാറ്റം ഉണ്ടാകും. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള എല്ലാ വേദനയ്ക്കുമുള്ള ഒരു ഇഞ്ചക്ഷൻ ആണ്. അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ അയ്യോ എന്ന് കിടന്ന് വിളിച്ചിരുന്നാലും ശരി തന്നെ, കുറച്ച് കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും. അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ഏത് ഇൻഫെക്ഷനാണ് ആ ഇൻഫെക്ഷനിൽ ഒരു മാറ്റം വരും.
അപ്പോൾ അതാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുക. റീഡിങ് കൂടി പോകുന്നു. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അടുത്തത് നോക്കട്ടെ. ഏസ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾ. ഇപ്പോൾ നിങ്ങളൊരു ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ ബാങ്കിൽ നിന്നോ ചില പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, അത് നിങ്ങൾക്ക് കിട്ടാതാകുന്നത് കൊണ്ട് നിങ്ങൾ വളരെ ഹാങ്ഡ് സിറ്റുവേഷനിലാണ് പോകുന്നത്. നിങ്ങൾക്കത് കിട്ടുമോ ഇല്ലയോ എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ കാണുന്നത് അതാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒന്ന് നോക്കട്ടെ അത് കിട്ടുമോ ഇല്ലയെന്ന്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കുന്നതായിട്ടുള്ള സാമ്പത്തികം അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും എൻ്റെ വ്യൂസിന് ലഭ്യമാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ഹാങ്ഡായി കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് എൻ്റെ വ്യൂസിനൊരു മാറ്റം സംഭവിക്കുമോ? പ്രതീക്ഷിക്കുന്ന പൈസ അവരിലേക്ക് എത്തിച്ചേരുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പൈസ നിങ്ങളിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളത്, അതിവേഗം തന്നെ എത്തിച്ചേരും. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികൾ നിങ്ങളെ പറ്റിച്ച് ഇത്രയും നാളും ചിലപ്പം അതും ഇതുമൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പറ്റിച്ച് കടന്നു പോകാനൊക്കെ പല വ്യക്തികളും ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്പ് വന്നത്? നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നിങ്ങളെ പറ്റിക്കാൻ ചില വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും സഫലമാകത്തില്ല. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത്രയും നാൾ നിങ്ങൾക്ക് ചില പറ്റിപ്പും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. സമയങ്ങൾ നിങ്ങളെ കള്ളം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്ര സമയത്ത് കിട്ടും അത്ര സമയത്ത് കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങളെ പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഉറച്ച ഒരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ഒരു വാക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് അത് സാമ്പത്തികമായിട്ടുള്ള കാര്യം വന്നു ചേരും. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അത് വളരെ വേഗത്തിൽ തന്നെ എത്തും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് സോഡ് പറയുന്നു റിലേഷൻഷിപ്പിലൊരു ന്യൂ സ്റ്റാർട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ പൊട്ടിച്ചെറിയുന്നു. ചില റിലേഷനെ നിങ്ങൾ പൊട്ടിച്ചെറിയുന്നു, അല്ലെങ്കിൽ ചില സാഹചര്യത്തെ നിങ്ങൾ പൊട്ടിച്ചെറിയുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിന് ധൈര്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഓക്കെ, ചില ഡിവോഴ്സ് കേസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട്, നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ചില പോം വഴികൾ, നിങ്ങൾക്ക് ചില ഇന്നർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഇന്നർ വോയിസ് നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ചില ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് ഹെർമിറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നത്? നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ക്ഷീണിക്കപ്പെട്ട് അങ്ങ് മുമ്പോട്ട് പോയാൽ പോയി എന്നുള്ള രീതിയിൽ വളരെ ക്ഷീണിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പ്രതീക്ഷയുണ്ട്. ഓക്കെ, പ്രതീക്ഷയോട് കൂടിയാണ് പോകുന്നത്. എപ്പോഴെങ്കിലും ശരിയാകും, ഇങ്ങനെ അങ്ങ് പോവാം, ഒരു സമയത്ത് ഇതൊക്കെ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങൾ പോകുന്നതായി കാണുന്നു. വെയിറ്റിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ദൈവികമായിട്ടുള്ള ജ്ഞാനത്തിൽ, ഒരു ജ്ഞാനത്തിൽ കൂടിയാണ് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ റിലേഷനെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓവർ വെയിറ്റിങ്ങോട് കൂടിയാണ് കാത്തിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നു. നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നതായി കാണുന്നു. അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് കോൾ മെസ്സേജ് ചെയ്യാതെ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്തത് നിങ്ങൾക്ക് വളരെ വിഷമങ്ങൾ വന്നിരിക്കുന്നു. ഇവിടെ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും തന്നിരിക്കുന്നതായിട്ടുള്ള കോള്, മെസ്സേജ്, സ്നേഹം അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ ഒക്കെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു. ചിലപ്പോൾ അങ്ങോട്ടോ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും മിസ്സ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലിയും
നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടാണ് ഞാൻ അടുത്ത് നോക്കിയിരിക്കുന്നത്. ഇവിടെയും 7 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു, അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായി കാണുന്നു. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ ആ പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ചില പേപ്പേഴ്സിനും കാര്യത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ജോലി അപേക്ഷ കൊടുത്തതിന് ശേഷം അവിടെ നിന്നുള്ളൊരു വിളിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചില വ്യക്തികൾക്ക് ജോലി സ്ഥലത്ത്, എല്ലാവർക്കുമല്ല, ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യുവാൻ കഴിയാത്ത ഒരു എനർജി, നിങ്ങളെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഉണ്ട്. നിങ്ങളെപ്പോഴും ചീത്ത പറയുകയും അല്ലെങ്കിൽ നിങ്ങൾ വിഷമിപ്പിക്കുകയും നിങ്ങൾ ഷൗട്ട് ചെയ്യുകയും നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിച്ച് നടക്കുന്നതായിട്ടുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് ജോലി ചെയ്യുവാൻ അനുവദിക്കുന്നില്ല. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്ക് എപ്പോഴും കുറ്റങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടുള്ള എനർജി ഇവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഹെർമിറ്റ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. വളരെ മാനസികമായിട്ട് ജോലി ചെയ്യുവാൻ കഴിയാതെ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളിപ്പോൾ ദൈവികമായിട്ട് ദൈവം സഹായിക്കട്ടെ, ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഓഫീസിൽ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലികളിൽ നിൽക്കുന്നതും. ഏത് ജോലിയാണെങ്കിലും, വലിയ ഓഫീസ് ജോലി മാത്രമല്ല, വലുതും ചെറുതുമായ എല്ലാ ജോലികളെയും അനുഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ജോലികളിലെല്ലാം യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് വേണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ നിമിഷവും നിങ്ങൾ ജോലി സ്ഥലത്ത് നിലനിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് നഷ്ടബോധങ്ങളാണ്. ഓക്കെ, ജോലി സ്ഥലത്തോ ജോലിയോ അല്ലെങ്കിൽ സാമ്പത്തികമോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായി കാണുന്നു. വിദേശ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറായി നിൽക്കുന്നത് ചിലർ നഷ്ടപ്പെട്ടതായി കാണുന്നു, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുത്തിട്ട് അത് നിങ്ങളെ വിളിക്കാതെ തള്ളിക്കളഞ്ഞതായി കാണുന്നു. ഓക്കെ, ചില കൂട്ടുകാർ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് മിസ്സ് ചെയ്തതായി കാണുന്നു. അവർ നിങ്ങളെ ആ ഒരു ജോലി സ്ഥലത്ത് നിന്ന് ഉപേക്ഷിച്ച് പോയതോ ആ ജോലി വിട്ടുപോയതോ അല്ലെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ നിന്നും വിട്ടുപോയതോ ആയിരിക്കാം. അപ്പം നിങ്ങൾക്ക് അവിടെയുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ നിങ്ങൾക്ക് ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്ന ഒരു എനർജി വരുന്നുണ്ട്. നിങ്ങൾ കാത്തു നിൽക്കുന്നു. ചില സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായതായി കാണുന്നു. ജോലി സംബന്ധമായിട്ട് ചില സാമ്പത്തിക കാര്യങ്ങൾ, സാലറികൾ നിങ്ങൾക്ക് നഷ്ടമായി ഇരിക്കുന്നു എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ഇതിലെല്ലാത്തിലും ഇപ്പം നിങ്ങളുടെ സാമ്പത്തികമായിട്ടാണെങ്കിലും റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങളൊരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ട്. അത് സഡൻ ഗ്രോത്താണ് ആഗ്രഹിക്കുന്നത്. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മാറ്റം പെട്ടെന്നുണ്ടാകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഇരിക്കുന്നതായി കാണുന്നു. ഓക്കെ, വളരെ സ്പീഡിന് തന്നെ അതിൽ സ്ട്രെങ്ത് കൊണ്ടുവരണം. എനിക്കിപ്പോൾ എടുക്കാൻ കഴിയാത്തതായിട്ടുള്ള ഡിസിഷനാണ്. സാമ്പത്തിക കാര്യത്തിലും എനിക്ക് എടുക്കാൻ കഴിയില്ല, കണ്ണ് കെട്ടിയിരിക്കുന്ന അത് എനിക്ക് തന്നെ റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ കണ്ണ് കെട്ടിയിരിക്കുന്നു. എൻ്റെ ജോലി സംബന്ധമായിട്ടാണെങ്കിലും ഞാൻ ഒരുപാട് ഡിസ്റ്റർബഡ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഗ്രോത്ത് തരണം. ഈ കാര്യങ്ങളിലെല്ലാം എനിക്കൊരു ഗ്രോത്ത് വേണമെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതൊരു റീയൂണിയൻ സാധിക്കുമോ? നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ സാധിക്കുമോ? അത് കഴിഞ്ഞ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആഗ്രഹം സാധിക്കുമോ എന്ന് നോക്കാം. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് റീയൂണിയൻ സാധിക്കും. ഫസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് റീയൂണിയൻ സാധ്യമാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട്. ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ട്. ഒരുപാട് നിങ്ങളുമായിട്ടുള്ള സ്നേഹ നിമിഷങ്ങൾ അവരുടെ മനസ്സിലൂടെ ഇപ്പോഴൂടെ കടന്നു പോകുന്നുണ്ട്. റീയൂണിയന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അനുകൂലമായ സമയത്തിന് വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുന്നു. അനുകൂലമായ സമയം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നിങ്ങൾ അവരിൽ വിശ്വസിക്കുന്നു എന്നും ഇപ്പം അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്നും ഒരു സന്തോഷത്തോടു കൂടി ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചിട്ടുള്ളൊരു നിമിഷം നമുക്കിനി മുന്നോട്ട് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പേഴ്സൺ ട്രസ്റ്റ് ചെയ്യുന്നു. റീയൂണിയൻ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ കാർഡുകാർക്ക് റീയൂണിയൻ ഉണ്ടാകുമോ? നിങ്ങളുടെ വഴികൾ ബന്ധിച്ചിരിക്കുന്നതായി കാണുന്നു.
നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. മുന്നോട്ട് വരാൻ കഴിയാത്ത വണ്ണം ചില നെഗറ്റീവ് സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ വഴി ബന്ധിച്ചിരിക്കുന്നു. 2 കാർഡ് വന്നു, 1 കാർഡ് എടുക്കാം. ഓക്കെ, അവർക്ക് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. വഴികൾ ഇപ്പോൾ തടസ്സമായ ചില തേർഡ് പാർട്ടീസ്, ഒന്നിലധികം തേർഡ് പാർട്ടീസ് നിങ്ങളുടെ റിലേഷനെ ഒന്നാകുന്നതിന് തടഞ്ഞു നിർത്തിയിരിക്കുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നു, നിങ്ങളെ അവരുടെ ലൈഫിൽ നിന്ന് പോകാൻ അനുവദിക്കുന്നത്, വിട്ടുകളയുന്നത് വളരെ വേദനയോടെ ആണെങ്കിലും അവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ചിലപ്പോൾ സിറ്റുവേഷന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. തേർഡ് പാർട്ടി ഇതിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് ലവ് തേർഡ് പാർട്ടി ആയിരിക്കാം, ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ജോലി ആയിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും ആ സിറ്റുവേഷനെ അവർക്ക് ഇപ്പോൾ കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ താൽക്കാലികമായി വിട്ടയക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളിൽ നിന്നും അകന്ന് നിന്നേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ടെൻഷൻ ആകാതെ ഇരിക്കുക. മുന്നോട്ട് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തകർന്നു പോകാതെ നിങ്ങൾ ധൈര്യത്തോടു കൂടി ഞാൻ എൻ്റെ പേഴ്സണെ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുമെന്ന് വിശ്വാസത്തോടെ നിൽക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാകും. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസ് മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മനസ്സിൽ വിചാരിച്ച കാര്യം സാധ്യമാകുമോ? ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. ഒരു കാർഡ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ചില സാമ്പത്തിക കാര്യമാണോ, ജോലിയാണോ, അതോ ചില റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ? അത് 2 കാര്യങ്ങളുണ്ട്. ഓക്കെ, കിട്ടുമോ ഇല്ലയോ, ഓക്കെ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ, റീയൂണിയൻ നടക്കുമോ ഇല്ലയോ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ 2 സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇവിടെ ജഗ്ലിംഗ് സിറ്റുവേഷനാണ്. എന്നാൽ അതെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ആ ഒരു പെൻഡിക്കിളുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 2 പെൻഡിക്കിളുമായിട്ട് കിടന്ന് ജഗിൾ ചെയ്യുന്നു. ആ ജഗിൾ ചെയ്യുന്ന കാര്യം വിട്ടുകൊണ്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാം. വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നതിന് നന്ദി. താങ്ക് യു. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്കും ഗ്രോത്താണ് വരുന്നത്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ പോലും അവിശ്വസിക്കുന്ന രീതിയിൽ, വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ വിചാരിച്ചു അവസാനമായി തീർന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് സ്ട്രെങ്ത് വരുന്നു. ഓക്കെ, ഇനി മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ചിരിക്കുന്നത് അൺകണ്ടീഷണലായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നു, ചേർത്ത് പിടിക്കുവാൻ വരുന്നു. അത് ജോലി ആയിരിക്കാം, ജോലി നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നു, സാമ്പത്തികം നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നു. നിങ്ങൾ ഏത് വിഷയമാണോ ഇപ്പോൾ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ചേർന്ന് വരുന്നു. ഓക്കെ, എന്തായാലും കൊഴിഞ്ഞു പോയെടുത്തുനിന്നെല്ലാം സ്ട്രെങ്തോടുകൂടി, സ്ട്രെങ്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്, സ്ട്രെങ്തോടുകൂടി തളർത്ത് വരുന്നുണ്ട്. പിടിച്ചിരിക്കുന്നത് യൂണിവേഴ്സാണ്. ഓക്കെ, ഒരിക്കലും തളർന്നു പോകുവാൻ നിങ്ങളെ അനുവദിക്കില്ല. ഓക്കെ, നിങ്ങൾ വിചാരിക്കും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ പല വ്യക്തികളും നിങ്ങളോട് കാണത്തില്ല. ഓക്കെ, നിങ്ങൾ താഴോട്ട് നോക്കുന്ന സമയത്ത് ഇങ്ങനൊരു പാട്ടുകാരൻ പറയുന്നുണ്ട്, എൻ്റെ പാട്ടിലേക്ക് വരികളിലേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ ഈണത്തിലേക്ക് പോകണ്ട. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എൻ കീഴവൻ സാഗര ജലം മാത്രം. സമുദ്രത്തിന് കീഴെ ആയിപ്പോയ ഒരു പറവയുടെ രോദനമാണിത്. ഓക്കെ, എങ്ങും ഒരു സമാധാനത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നില്ല, താഴെ വലിയ ജലാശയം മാത്രമാണ്. തളരുന്നു ചിറകുകളും, എൻ്റെ കൂടെ പറന്നൊരെയും കാണുന്നില്ല. ജീവിതകാലം മുഴുവനും ഞാൻ നിന്നോടൊപ്പം കൂടെ ഉണ്ടാകുമെന്ന് വാക്ക് തന്ന് കൈപിടിച്ചവരെയും കാണുന്നില്ല. നിങ്ങൾ അല്പം നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കണ്ണുനീരൊന്ന് തുടച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിയേ, ഒരാളെ കാണാം. നിങ്ങൾ ഏത് വിശ്വാസത്തിലായിരുന്നോ ആ വിശ്വാസത്തിലുള്ള ശക്തി നിങ്ങളോടൊപ്പം പറക്കുന്നതായി കാണാം. ഇരിക്കുവാൻ ഒരിടവും വേണ്ടെനിക്കിനി, എൻ കീഴവൻ ശാശ്വത ഭുജങ്ങളുണ്ട്. തളരില്ല ചിറകുകളും, എൻ്റെ കൂടെ പറക്കുവാൻ എൻ ദൈവമുണ്ട്.
നിങ്ങൾക്ക് കണ്ണ് തുടച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളോടൊപ്പം ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങളെ താങ്ങി, നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ അവിടുന്നും ഇവിടുന്നും എല്ലാം മെസ്സേജുകളും ആൾക്കാരെയും കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം നടക്കുവാൻ നിങ്ങളുടെ ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ചിരിക്കുക. ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ചിരിക്കുക. ഓക്കെ, എന്തൊക്കെ വന്നിരുന്നാലും ശരി, ഞാൻ സന്തോഷിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ സന്തോഷിക്കും, ഞാൻ ഉയർച്ച പ്രാപിക്കും, ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ കാണുന്ന വ്യക്തികളെല്ലാവരെയും നിങ്ങളും അനുഗ്രഹിക്കുക. മെസ്സേജ് അയക്കുന്ന വ്യക്തികളെല്ലാം, കമൻ്റ് ഇടുന്ന വ്യക്തികളെല്ലാം നിങ്ങൾ അനുഗ്രഹിക്കുക. നിങ്ങളിലേക്കും അനുഗ്രഹം കടന്നു വരും. നമ്മൾ എത്ര പേരെ അനുഗ്രഹിക്കുന്നു അത്രയും അനുഗ്രഹം അതിൽ 3 ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചു വരും. നമ്മൾ മറ്റുള്ളവരെ ശപിക്കുന്നുവോ 3 ഇരട്ടി നമ്മളിലേക്ക് തിരിച്ചു വരും. അനുഗ്രഹിക്കുകയാണെങ്കിലും 3 ഇരട്ടി, ശപിക്കുകയാണെങ്കിലും 3 ഇരട്ടി. അപ്പോൾ നമുക്ക് അനുഗ്രഹിക്കാം. ഓക്കെ, താങ്ക് യു. ഞാനും നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഓരോ ആൾക്കാരും അനുഗ്രഹിക്കുന്നതിൻ്റെ 3 ഇരട്ടി എനിക്ക് വരും. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.